ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റിയാണ്. സോ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ സൈബർ സെക്യൂരിറ്റി സൊല്യൂഷൻസിനെ എക്സ്പ്ലോർ ചെയ്യുകയും അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്രീച്ചോ ഒരു അറ്റാക്കോ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ. അവിടെ ഡേറ്റ ലോസ് പ്രിവെൻഷൻ ഉണ്ട്, നെറ്റ്വർക്ക് സെഗ്മെൻറ്റേഷൻ ഉണ്ട്, ഫയർ വാൾസ് ഉണ്ട്, ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഈ സൊല്യൂഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് ഏതൊക്കെയാണ് നമ്മുടെ നെറ്റ്വർക്ക് ഇഷ്യൂസ്, നമ്മൾ കണ്ടുവരുന്ന ഇഷ്യൂസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഇന്റേണൽ സെക്യൂരിറ്റി ത്രെറ്റ്. ഒരു 90% ഇന്റേണൽ സെക്യൂരിറ്റി ത്രെറ്റ്സ് അല്ലെങ്കിൽ സൈബർ അറ്റാക്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ എറർ കാരണം വരുന്നതാണ്. അതായത് ഇപ്പോൾ ഫിഷിംഗ് മെയിൽസ് വരുമ്പോഴത്തേനും എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീക്ക് പാസ്വേഡ്സ് വെക്കുകയോ അങ്ങനെ കെയർലെസ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു അനന്തരഫലമാണ് ഇന്റേണൽ സെക്യൂരിറ്റി ത്രെറ്റ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ബിസിനസ്സിനെ വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. നമ്മളുടെ ഇൻഫർമേഷനെ ലീക്ക് ഔട്ട് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ഔട്ട് ചെയ്യും. അതുപോലെ റവന്യൂ ലൂസാവും, കസ്റ്റമേഴ്സിന് നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അറ്റാക്കാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. DOS നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു സർവീസിനെ ഞാൻ അവിടെ റിക്വസ്റ്റ് ചെയ്യുമ്പം എനിക്കത് കിട്ടുന്നില്ല. അപ്പം അതിനോട് സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ് DDoS അറ്റാക്ക്. അതായത് വെബ്സൈറ്റ്സ് ക്രാഷ് ചെയ്യാനും മാൽ ഫങ്ഷൻ ചെയ്യാനും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സ്ലോ ചെയ്യുവാണ്. അതായത് നമ്മുടെ ലോഡിംഗ് ടൈം കൂട്ടുന്നത് ഒക്കെ നമ്മുടെ DDoSന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽസ് ഇന്റേണൽ ഡിവൈസസ് ആയിരിക്കും ഹാക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവരെ ബോട്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ ഒരു ബോട്ടിനെ വിക്ടിമിന്റെ IP അഡ്രസ്സിലോട്ട് നമ്മൾ സെൻഡ് ചെയ്യും. അങ്ങനെ ഒരുപാട് ട്രാഫിക്കുകൾ വരുമ്പോഴത്തേനും, ഇത് ഒരുപാട് ബോട്ട്സ് ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഒരുപാട് ഓവർലോഡ് അല്ലെങ്കിൽ ഫ്ലഡിങ് വരുമ്പോഴത്തേനും നമ്മളുടെ റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കാത്തതാണ് DDoSന്റെ ഒരു ഒരു പ്രോബ്ലം എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് റോഗ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ. റോഗ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു IT ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു IT ഇൻഫ്രാസ്ട്രക്ചർ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇവരിത് പറഞ്ഞ് വിശ്വസിക്കും, ഇത് അല്ലെങ്കിൽ ഇതിനെ കാണിച്ച് വിശ്വസിപ്പിക്കും ഇതൊരു വൈറസ് കാരണമാണ്. ആൻഡ് നിങ്ങൾ ഒരു ആൻറ്റി മാൽവെയർ സൊല്യൂഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്യാത്തത് പോകും എന്നുള്ള രീതിയിൽ ഇവർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കും. ഈ ഒരു ബിസിനസ്സുകാരെ ട്രിക്ക് ചെയ്യും. വൺസ് ഈ ഒരു ഈ ആൻറ്റി മാൽവെയർ എന്ന് പറയുന്നത് ഒരു റോഗ് പ്രോഗ്രാമാണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ ഒരു സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുകയും അതിനെ ഒരു മാൽവെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇവർക്ക് കാശും കിട്ടും. ഈ ഒരു ആൻറ്റി മാൽവെയർ സൊല്യൂഷൻ പർച്ചേസ് ചെയ്തതിന് കാശും കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു റോഗ് പ്രോഗ്രാം അവരുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേനും അതിനനുസരിച്ചുള്ള നഷ്ടവും ഈ ഒരു കമ്പനിക്ക് വരും. നാലാമത്തേതാണ് മാൽവെയർ എന്ന് പറയുന്നത് മലീഷ്യസ് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആണ്. നമ്മളുടെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം എൻ്റെ പാസ്വേഡോ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ വല്ലതും എനിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് എനിക്കെൻ്റെ ഡേറ്റ റിട്രീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാൻ അത് പല രീതിക്കും മിസ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസിന്, ഇൻഫർമേഷനെ ഗ്യാദർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാംസിന് നമ്മൾ മാൽവെയർ എന്ന് പറയും. അപ്പം മാൽവെയറിന് തന്നെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാൽവെയർസ് ഉണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് വേംസ് ആണ്. വേംസ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിനെ വീക്കൻ ചെയ്ത് അതർ ഡിവൈസസിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. റൂട്ട് കിറ്റ്സ് എന്ന് പറയുന്നത് അൺഅതറൈസ്ഡ് ആക്സസ്, സിസ്റ്റത്തിനകത്തോട്ട് അൺഅതറൈസ്ഡ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് റൂട്ട് കിറ്റ്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ വിക്ടിമിന് അറിയത്തില്ല ഇവിടെ സിസ്റ്റത്തിനകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അടുത്തത് ട്രോജൻ വൈറസ് ഇത് ചെയ്യാൻ പറ്റുന്നത് വണ്ണിനുള്ളിൽ നമ്മളുടെ ഹോസ്റ്റിൻ്റെ പ്രോഗ്രാം റൺ ചെയ്യാണ്ട് നമുക്ക് ട്രോജൻ വൈറസ് അഫക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ അങ്ങനെ ഇത് ഹാക്കറിന് ആക്സസ് കൊടുക്കുകയാണ് നമ്മളുടെ സിസ്റ്റത്തിലോട്ട്. അപ്പോൾ ട്രോജൻ വൈറസ് എന്ന് പറയുമ്പം ഈ ട്രോജൻ ഹോഴ്സസ് ഒക്കെ പോലെ തന്നെ ഒരു ഡിസ്കൈസ് ചെയ്ത് വൈറസ് വരുന്നു എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇവിടെ ഉള്ളത്. അടുത്തത് സ്പൈവെയർ എന്ന് പറയുമ്പോഴത്തേനും ഒരു സ്പൈ ആയിട്ട് നമ്മുടെ ഡിവൈസിൽ എങ്ങനെയൊക്കെയാണ് ഓണേഴ്സ് യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ആ ഒരു ഇൻഫർമേഷൻ കൊണ്ടാണ് അവർ ഹാക്ക് ചെയ്യുന്നത്. അഞ്ചാമത്തെ അഞ്ചാമത്തെ ഒരു ത്രെറ്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റിയുള്ള ത്രെറ്റ് റാൻസം വെയർ ആണ്.
സോ റാൻസം വെയർ എന്ന് പറയുന്നത് ഇവരെന്താണ് ചെയ്യുന്നത്, ഇത് again ഒരു ടൈപ്പ് ഓഫ് മാൽവെയർ ആണ്. അവർ ഇൻഫെക്റ്റഡ് സിസ്റ്റത്തിൽ ഒരു നമ്മളുടെ ആവശ്യമുള്ള ഫയലെല്ലാം കൂടി ഇവരെന്ത് ചെയ്യും, ഇവർ എൻക്രിപ്റ്റ് ചെയ്ത് വെക്കും. അപ്പം ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലോട്ട് കയറുമ്പോഴത്തേനും എനിക്കൊരു ആവശ്യമുള്ള ഫയൽ എടുക്കുമ്പോഴത്തേനും ഇത് എൻക്രിപ്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു എൻക്രിപ്റ്റഡ് ഫയൽ എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഡേറ്റ് എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു റാൻസം കൊടുക്കണം. ഒരു സെറ്റ് ഓഫ് ഒരു കുറച്ച് എമൗണ്ട് എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എൻ്റെ ഈ ഫയലിനെ ഡീക്രിപ്റ്റ് ചെയ്ത് കിട്ടാനായിട്ട് സാധിക്കൂ. സോ റാസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, റാൻസം ആസ് എ സർവീസ്. നമ്മളുടെ സാസ് പോലെ തന്നെ, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് പോലെ തന്നെ ഇവർ കോഡ്സ് ഡെവലപ്പ് ചെയ്തെടുത്ത് ഈ അറ്റാക്സ് ലോഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ബ്ലാക്ക് മാറ്റർ, ലോഗ് ബിറ്റ്, ഡാർക്ക് സൈഡ്, റീവിൽ, ഇതൊക്കെ. ഇനി അടുത്തത് ഫിഷിംഗ് അറ്റാക്സ് ആണ്. അപ്പോൾ ഫിഷിംഗ് അറ്റാക്സ് നമുക്ക് എല്ലാവർക്കും വളരെയേറെ ഫെമിലിയർ ആയിരിക്കും. ഫിഷിംഗ് അറ്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർ വേറെ ആരെങ്കിലുമായിട്ട് ഡിസ്കൈസ് ചെയ്തിട്ട് ഇവർ ഇമെയിൽസ് അയക്കും, അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും രീതിക്കുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തും. അപ്പം ഇങ്ങനെ നമ്മളപ്പം എന്താണ്, ഇതൊരു ലെജിഡ് ആയിട്ടുള്ള മെയിലാണ് എന്ന് കരുതി നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. സോ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോഴത്തേന് നമ്മൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മളുടെ ഡേറ്റ അവിടെ അവരുമായിട്ട് ഷെയർ ചെയ്യാണ് ചെയ്തേക്കുന്നത്. സോ അപ്പം ഈ ഒരു ഫിഷിംഗ് അറ്റാക്സ് എന്ന് പറയുന്നതും പ്രഥമദൃഷ്ടി നമുക്ക് നോക്കുമ്പോഴത്തേനും ഇത് ലെജിറ്റാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ ലിങ്ക്സ് ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേനായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ ഡീറ്റെയിൽ ഇവർ എടുത്തു എന്നുള്ള രീതിക്ക്. ഇനി അടുത്ത ലാസ്റ്റ് നമ്മൾ ത്രെട്ട് എന്ന് പറയുന്നത് വൈറസ് ആണ്. സോ വൈറസ് എന്ന് പറയുന്നത് again നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫയൽസ് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് വരുന്നതാണ് വൈറസസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നമ്മളുടെ വൈറസ് നമ്മളുടെ സോഫ്റ്റ്വെയറിലോട്ട് കയറും, അത് നമ്മുടെ കമ്പ്യൂട്ടറിനെ ഇൻഫെക്റ്റ് ചെയ്യും, അത് നമ്മളുടെ നെറ്റ്വർക്ക് ട്രാഫിക്കിനെ ഡിസ്റപ്റ്റ് ചെയ്യും. അങ്ങനെ പല പല പ്രോബ്ലംസ് വൈറസസ് കോസ് ചെയ്യും. സോ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈറസ് നമുക്ക് ഹോസ്റ്റ് ഫയൽ ഓപ്പൺ ആയിരിക്കുമ്പോൾ മാത്രമേ അതിന് ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റൂ. വേംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതിൻ്റെ ഹോസ്റ്റ് ഫയൽ ഓപ്പൺ ആയിരിക്കണം എന്നൊരു യാതൊരു നിർബന്ധവും ഇല്ല. സോ അത് അങ്ങനെയാണ് നമ്മളുടെ ത്രെഡ്സ്. ഓക്കെ, ഇനിയിപ്പം ഈ ത്രെഡ്സിൽ നിന്നൊക്കെ ഞാൻ എൻ്റെ ഓർഗനൈസേഷനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും? ഇപ്പോൾ ഓർഗനൈസേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബീയിങ് അലേർട്ടാണ്. അതായത് നമ്മൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരും, അപ്പം ഈ ഒരു പ്രോബ്ലംസിനെല്ലാം നമ്മൾ ടാക്കിൾ ചെയ്യണം എന്നുള്ള രീതിയിൽ കരുതലാണ് ആദ്യം വേണ്ടത്. രണ്ടാമത്തേത് നമ്മൾ ഫയൽസിനെ ബാക്കപ്പ് ചെയ്യണം. പിന്നെ ഈ ഒരു ട്രെയിനിങ് നമ്മളുടെ കൊളീഗ്സിനൊക്കെ കൊടുക്കണം. അതായത് ഇപ്പോൾ ഫിഷിംഗ് മെയിൽ എന്താണ്, റാൻസം വെയർ എന്താണ്, ഇത് എങ്ങനെയൊക്കെ അറ്റാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ടീമിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, നമ്മളുടെ വർക്ക് പ്ലേസിൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്താണെന്നും സേഫ് പ്രാക്ടീസസ് എന്താണെന്നും ആൻറ്റി മാൽവെയർ സൊല്യൂഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ നമ്മളുടെ ഇപ്പോൾ പാസ്വേഡ്സ് ഒതൻറ്റിക്കേഷൻ കാര്യങ്ങളൊക്കെ വേറെ ആർക്കും ഷെയർ ചെയ്യരുത് എന്നുള്ളതും, പിന്നെ ചില കാര്യങ്ങൾ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റരുത്. ഇപ്പം എല്ലാ യൂസേഴ്സിനും എല്ലാ ഡേറ്റയും ആക്സസ് ചെയ്യാൻ പറ്റരുത്. അപ്പം അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓത്തറൈസ്ഡ് പേഴ്സണൽസിനെ വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ സീക്രറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മൾട്ടി ഫാക്ടർ ഒത്തൻറ്റിക്കേഷൻ MFA യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക എന്നുള്ള രീതിയിലും നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് എന്താണ് ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു സൈബർ സെക്യൂരിറ്റിയുടെ ഈ ഒരു എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വാൻ ടെക്നോളജീസ് ആണ്. സോ വാൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് നമ്മൾ വാനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പല ജോഗ്രഫിക്കൽ ഏരിയാസിനെ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് വാൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നമുക്കൊരു റീജിയൻ ആയിരിക്കണം എന്നില്ല, അതൊരു കൺട്രിയോ കോണ്ടിനെൻറ്റോ എങ്ങനെ വേണോ അയക്കാം. സോ ലാർജ് ഡിസ്റ്റൻസിലോട്ട് നമുക്ക് ഡേറ്റേനെ, ഇമേജിനെ, ഓഡിയോ, വീഡിയോ ഇങ്ങനത്തെ ഇൻഫർമേഷൻസിനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പം ലാൻഡിൻ്റെയും മാനിൻ്റെയും കണക്ഷൻസ് വെച്ചിട്ട് നമുക്ക് വാൻ കൊണ്ട് ചെയ്യാൻ പറ്റും. അതായത് പല ലാൻഡ്സിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും നമുക്കൊരു വാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം ഇവിടെ നമ്മൾക്കുള്ള കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. നമുക്ക് ലാർജ് കപ്പാസിറ്റി ഉണ്ട്, ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാർജ് ഏരിയ ആണ് വാൻ കവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ
കമ്പ്യൂട്ടേഴ്സിനെ അല്ലെങ്കിൽ കുറേ നോഡ്സിനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് റീജിയണൽ ആയിട്ടുള്ള റിസോഴ്സസ് ഷെയർ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ലാനും മാൻസും ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ വാന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്ന് പറയുന്നത് ടെലിഫോൺ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. അല്ലാണ്ട് വളരെ സ്പെസിഫിസിറ്റി ഒന്നും വാനിൻ്റെ കേസസിൽ ഇല്ല. പിന്നെ ഇവിടെയുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റും ഹൈ പ്രൊപ്പഗേഷൻ ഡിലേ ആണ്. അതായത് നമുക്ക് ബേസിക്കലി വാനിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്പീഡ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതിൻ്റെ ഒരു റീസൺ ഏരിയ ലാർജ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോഴത്തേനും ഡിലേ കൂടുതലും ഡേറ്റയുടെ ട്രാൻസ്ഫർ റേറ്റ് കുറവും ആയിരിക്കും. ആൻഡ് എറർ റേറ്റും ഹയർ ബിറ്റ് എറർ റേറ്റ് യൂഷ്വലി ഉണ്ടാവാനായിട്ട് ഉണ്ട്. ലൈക്ക് വാനിൽ യൂഷ്വലി നമ്മൾ കാണാനായിട്ട് സാധിക്കും. വാനിൻ്റെ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. ഇന്റർനെറ്റ്, 4G, പിന്നെ അത് കഴിഞ്ഞേച്ച് ഇപ്പം ഈ ഡിസ്പെൻസറീസ്, ക്യാഷ് ഡിസ്പെൻസറീസ് ഒക്കെ വാൻ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി വാൻ എന്ന് പറയുന്നത് നമ്മുടെ OSI മോഡൽ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണല്ലേ. സോ OSI മോഡലിലെ നമ്മളുടെ ബോട്ടം 2 ലെയേഴ്സ് ഫിസിക്കൽ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയേഴ്സ് ആണ് നമ്മൾ വാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ ചില കേസസിൽ നമുക്ക് നെറ്റ്വർക്ക് ലെയറിനെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെ നമ്മൾക്ക് യൂസ് ചെയ്യുന്നത് ഡേറ്റ ലിങ്കിലൊക്കെ യൂസ് ചെയ്യുന്നത് എൻക്യാപ്സുലേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വാനിൻ്റെ കേസ് വരുമ്പോഴത്തേനും. സോ ഈ ഒരു എൻക്യാപ്സുലേഷന് പറ്റിയ അൽഗോരിതം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ പ്രോട്ടോകോൾസ് ഒക്കെ നമ്മൾ താഴോട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സീരിയൽ വാൻ കമ്മ്യൂണിക്കേഷൻ. സീരിയൽ വാൻ കമ്മ്യൂണിക്കേഷനെ നമുക്ക് 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. സിങ്ക്രണസും അസിങ്ക്രണസും. ഇവിടെ സ്പെല്ലിംഗ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ H ആണ് സിങ്ക്രണസിനുള്ളത്, അസിങ്ക്രണസിന് ഇവിടെ H ഉണ്ട്. സോ നിങ്ങളത് ശ്രദ്ധിച്ചോണം. സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി LSD പഠിച്ചിട്ടുണ്ട് അല്ലേ, സിങ്ക്രണസ് അസിങ്ക്രണസ് എന്താണെന്നുള്ളത്. സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും ക്ലോക്കിന് യൂസ് ചെയ്യുന്നതാണ്. അതായത് സെൻഡറും റിസീവറും സിങ്ക്രണൈസ്ഡ് ആയിരിക്കും. അവർക്കൊരു ടൈമിംഗ് ആണ്, ഒരു താളത്തിലാണ് അവർ സെൻഡിങ്ങും റിസീവിങ്ങും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി ക്വിക്കർ ആയിരിക്കും. ബിക്കോസ് നെക്സ്റ്റ് സെക്കൻഡിൽ നമുക്ക് അടുത്തടുത്ത മെസ്സേജ് അയക്കണം. ആൻഡ് ഓവർ ഹെഡ് ട്രാൻസ്ഫർ കുറവായിരിക്കും. ഇവിടെ ഒരു ബ്ലോക്ക് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് സെൻഡ് അറ്റ് ടൈം. അസിങ്ക്രണസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടൈമിങ്സ് യൂസ് ചെയ്തില്ല. അപ്പോൾ സെൻഡറും റിസീവറും സിങ്ക്രണൈസ്ഡ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ ക്യാരക്ടറാണ് അറ്റ് എ ടൈമിൽ സെൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞേച്ച് നമ്മൾക്ക് ഈ ഒരു ഇൻ്റർഫേസസിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും നമുക്ക് 2 രീതിക്ക് നമ്മുടെ സീരിയൽ ഇൻ്റർഫേസസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. DT ആൻഡ് DC. ഇത് നമ്മൾ താഴോട്ട് എന്താണ് DT എന്താണ് DC എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. വാനിന് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. HDLC, PPP, ഫ്രെയിം റിലേ, ATM നമ്മൾ താഴെ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യും. സോ ആ സമയം നമുക്കത് എലാബറേറ്റ് ആയി പഠിക്കാം. HDL എന്ന് പറയുന്നത് ഹൈ ലെവൽ ഡേറ്റ ലിങ്ക് കൺട്രോൾ. അത് ലെയർ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഡേറ്റ ലിങ്ക് ലെയറിലെ അതാണ് ലെയർ 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻക്യാപ്സുലേഷൻ പ്രോട്ടോകോൾ ആണ്. അത് സിങ്ക്രണസ് ഡേറ്റ ലിങ്ക്സിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മളുടെ ഇപ്പം റിമോട്ട് ഓഫീസസ് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഉള്ള ആ ഒരു അത്രയും സിമ്പിളായിട്ടുള്ള കണക്ഷൻസിനെയാണ് നമ്മൾ HDLC കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. PPP പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ ആണ്. വാൻ എൻക്യാപ്സുലേഷൻ പ്രോട്ടോകോൾ ആണ് വരുന്നത്. പക്ഷേ HDLCയിൽ നിന്നും ഒരു എൻഹാൻസ്ഡ് വേർഷനാണ് PPP. ബിക്കോസ് കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം ഒത്തൻറ്റിക്കേഷൻ, മൾട്ടി ലിങ്ക് സപ്പോർട്ട്, എറർ ഡിറ്റക്ഷൻ പോലത്തെ ഇപ്പം മറ്റേ പ്രീവിയസ് പ്രോട്ടോകോളിൻ്റെ കാലം കുറച്ചുകൂടെ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. സോ ബോത്ത് ക്വാളിറ്റി വൈസ് ആണെങ്കിലും സെക്യൂരിറ്റി വൈസ് ആണെങ്കിലും PPP കുറച്ചുകൂടെ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി ഫ്രെയിം റിലേ എന്ന് പറയുന്നത് ലെയർ 2 പ്രോട്ടോകോൾ ആണ്. അത് X25 ബേസ് ചെയ്തിട്ടാണ് അതിനെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പം ഇവിടെ അത് കുറച്ചുകൂടെ റെയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഫ്രെയിം റിലേ എന്ന് പറയുന്നത്. ഓക്കെ, ATM നമ്മൾ ഇനി താഴോട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഞാനിതിപ്പോൾ തൽക്കാലത്തിന് സ്കിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് വാനിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാന് നമുക്ക് പല രീതിക്ക് നമുക്ക് അവരെ സർവീസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് പല സർവീസസ് ആയിട്ട് അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലൊന്ന് ലീസ്റ്റ് ലൈൻസ് ആണ്. നമ്മൾ HDLC പറഞ്ഞപ്പോഴത്തേനും നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ലീസ്റ്റ് ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പം ലീസ്റ്റ് ലൈൻസ് ഉണ്ട്, സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്ക് ഉണ്ട്, ആൻഡ് പാക്കറ്റ് സ്വിച്ച് നെറ്റ്വർക്ക് ഉണ്ട്. സോ ഇതിൽ ഏതാണ് വാൻ ചൂസ് ചെയ്തതെന്നുള്ളത് അവരുടെ ഒരു റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്.